التمسك بالأثر نجاه. المركز الأثري സംഘടിപ്പിക്കുന്ന തഫ്സീർ മുയസ്സർ ഖുർആൻ വിജ്ഞാന പരീക്ഷ. കേരളത്തിനകത്തും പുറത്തും എക്സാം സെന്ററുകൾ പ്രായഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ശബ്ദ സന്ദേശ ശൃംഖലയിലൂടെ നമ്മൾ വായിക്കുന്നത് ഉസ്താദ് അബ്ദുൽ മുഹ്സിൻ ഐദീദ് ക്രോഡീകരിച്ച തഫ്സീറുൻ മുയസ്സർ എന്ന ഗ്രന്ഥത്തിലെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തിൻ്റെ അവതരണഘട്ടം. സൂറത്തുൽ ഫാത്തിഹയുടെ അവതരണഘട്ടം ഏതാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് ഭിന്ന വീക്ഷണങ്ങളുണ്ട്. മദീനയിലേക്കുള്ള ഹിജ്റക്ക് മുൻപ് അവതരിച്ച മക്കിയായ സൂറത്തുകളിൽപ്പെട്ടതാണെന്ന അഭിപ്രായമാണ് ഏറ്റവും പ്രബലം. ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായവും ഇത് തന്നെയാണ്. പ്രധാനമായും രണ്ട് തെളിവുകൾ ഈ പറഞ്ഞതിനുണ്ട്. ഒന്ന്, സൂറത്തുൽ ഹിജ്റിലെ 87-ാം വചനം, വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനൽ അസീം. ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട 7 വചനങ്ങൾ കൊണ്ട് ഉദ്ദേശം സൂറത്തുൽ ഫാത്തിഹയാണെന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ഹിജ്ർ മക്കയിൽ അവതരിച്ചതാണെന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഫാത്തിഹ മക്കയിൽ വെച്ച് അവതരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. 2, സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ നിർബന്ധമായും പാരായണം ചെയ്യപ്പെടേണ്ട, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്തംഭങ്ങളിൽപ്പെട്ടതാണ്. മക്കയിൽ വെച്ചു തന്നെ നിസ്കാരം മുസ്ലിമീങ്ങൾ ആരംഭിച്ചിരുന്നു. ഫാത്തിഹയില്ലാത്ത ഒരു നിസ്കാരത്തെക്കുറിച്ച് ചരിത്രത്തിൽ പരാമർശം.